ഇവിടെ ആയിരിക്കാൻ തരുന്ന അവസരത്തിന് ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ കുറച്ച് ഏകദേശം 3 ആഴ്ചത്തോളം നാട്ടിലായിരിക്കാൻ തരുന്ന അവസരത്തിന് വീണ്ടും ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പല സ്ഥല സഭകളിൽ പോകുവാൻ, കർത്താവിനെ ആരാധിക്കുവാനും വീണ്ടും ഇവിടെ അവസാനത്തെ ഞായറാഴ്ച രീതിയിൽ ഇവിടെ കടന്നു വരുവാനും ദൈവം ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയോർത്ത എല്ലാ സഭയോടുള്ള എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രാർത്ഥന വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പറയുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദിയായിട്ട്, പ്രത്യേകിച്ച് രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങളെ നിരന്തരം ഓർക്കുന്ന അതിനായിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷ എന്ന നിലയിൽ ഞങ്ങൾ ഇന്ന് രാത്രി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. 3 ദിവസം ദുബായിൽ 3 ദിവസം കാണും. അത് കഴിഞ്ഞ് അവിടെ 4-ാം തീയതി US പോകാൻ ആഗ്രഹിക്കുന്നു. സോ പ്രാർത്ഥന യാത്രയിലും അവിടെ ആയിരിക്കുന്ന സമയം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന ദിവസം ഞങ്ങൾക്ക് രാവിലെ വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്. ഏകദേശം ഒരു 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അന്നേരം അരുണാചൽ, ഞങ്ങളവിടെ അരുണാചലിന് അടുത്തുണ്ട്. അരുണാചൽ ഞങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. അന്നേരം ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോഴെങ്കിലും എയർപോർട്ടിൽ പോകുന്ന രീതിയിൽ പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ദിവസം ഇങ്ങനെ ക്വൈറ്റ് ടൈം എടുക്കാനൊന്നും പറ്റിയില്ല. അന്ന് വളരെ പെട്ടെന്ന് വചനം വായിക്കുകയും ഇങ്ങനെ ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് കർത്താവേ, ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ, ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതാണ് കടന്നു വരുന്നത്. ചില സമയത്ത് നമ്മൾ കടന്നു വരുമ്പോൾ ഓരോ പ്ലാൻസ് ഉണ്ട്. ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ആൾക്കാരെ കാണണം, അങ്ങനെ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതാണ് കടന്നു വന്നത്. ഞാൻ ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് നയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോകാൻ ഗൈഡ് ചെയ്യണമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ ഈ ഒരു 3 ആഴ്ചക്കാലം വളരെ അനുഗ്രഹിച്ച രീതിയിൽ എല്ലാവരെയും കാണുവാനും ഞാൻ ഏകദേശം ഒരു 10 വർഷം മക്കൾ റെസിഡൻഷ്യൽ പഠിച്ച അനേകം ആൾക്കാരെ ഈ ഒരു കഴിഞ്ഞ 3 ആഴ്ചകളിൽ കാണുവാനും അവരോട് സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്താൽ ഇത്ര നല്ലതായിട്ട് അതാകത്തില്ല. സോ അതിനെല്ലാം കർത്താവിന് നന്ദിയായിരിക്കും. ഇന്നത്തെ വചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് രണ്ട് കാര്യമാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം പ്രേരണ എന്ന ഒരു ഭാഗം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പഴയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ എന്ന നിലയിൽ. കാരണം അവരനുഭവിച്ച പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും അതേപോലെ തന്നെ സന്ദർഭങ്ങൾ വരുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്തു, അവരെങ്ങനെ കർത്താവിനെ ആശ്രയിച്ചു, എങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അവരെങ്ങനെ റിയാക്ട് ചെയ്യരുതായിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് വളരെ വിലപ്പെട്ട കാര്യമാണ്. അത് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനം, ഇസ്രായേൽ രാജ്യം എന്ന നിലയിൽ അവര് കൺസിഡർ ചെയ്യുന്ന 3 വലിയ ആൾക്കാരാണ് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അല്ലെങ്കിൽ അങ്ങനെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ ദൈവം യഹോവ എന്ന് പല സമയത്ത് നമ്മൾ വായിക്കുന്നു. അങ്ങനെ അബ്രഹാമിന്റെ ജീവിതം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ജീവിതമാണ്. യുദ്ധങ്ങളുണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ടായിരുന്നു, വളരെയധികം റെസ്റ്റ്. ഒരുപക്ഷെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു റെസ്റ്റ് അനുഭവിക്കാത്ത ഒരു ജീവിതമായിരുന്നു അബ്രഹാമിന്റെ. ഒത്തിരി സന്ദർഭങ്ങൾ തന്റെ ജീവിതത്തിൽ. അവസാനം യാക്കോബിന്റെ ജീവിതം ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെയാണ്. യാക്കോബ് ദേശങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ട്, ദൈവം അവനെ മടക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്, ദൈവത്തോട് മല്ലി പിടിക്കുന്ന ഒരു സംഭവമുണ്ട്, ഏശാവുമായിട്ട് ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകുന്ന രീതിയിൽ പോകുന്ന ഒരു സന്ദർഭം. അങ്ങനെ യാക്കോബിന്റെ ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ജീവിതമാണ്. എന്നാൽ ഇസ്ഹാക്കിന്, ഇത് രണ്ടിനെ ഇടയ്ക്ക് ഇസ്ഹാക്കിന്, അബ്രഹാമിന്റെ മകനും യാക്കോബിന്റെ പിതാവായ ഇസ്ഹാക്കിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്റെ ജീവിതം വളരെ ഒരു റെസ്റ്റ്ഫുൾ ആയിട്ടുള്ള ജീവിതം, വളരെ സൗമ്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അല്ലെങ്കിൽ അത്ര വലിയ സംഭവങ്ങൾ ഇല്ലാതെ എങ്കിൽ പോലും കർത്താവിനെ വളരെയധികം സ്നേഹിച്ച് കർത്താവിനെ മുൻനിർത്തി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. പല സമയത്ത് ഇസ്ഹാക്ക് യേശുത്താവിന്റെ ഒരു പ്രതിരൂപം അല്ലെങ്കിൽ ഒരു പിക്ചർ ആണെന്ന് നമ്മൾ ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ഇസ്ഹാക്ക് എന്ന് പറയുന്ന വ്യക്തി വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പഴയ നിയമത്തിൽ. ആ വ്യക്തിയെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് പറയാം, ഇസ്ഹാക്ക് ജനിച്ചത് അബ്രഹാമിനും സാറായിക്കുമാണ്. തന്റെ സാറായുടെ ഇത്രയും പ്രായമായ സമയത്ത് ദൈവം അവരോട് പറഞ്ഞു ഒരു കുഞ്ഞുണ്ടാകും, അല്ലെങ്കിൽ
ഒരു മകനുണ്ടാകും, അതിൽ കൂടി വളരെ ഒരു ജാതിയാകും എന്ന് ദൈവം അവർക്ക് പ്രോമിസ് കൊടുത്തു, അല്ലെങ്കിൽ വാഗ്ദത്തം കൊടുത്തു. അത് ആ വാഗ്ദത്തം ദൈവം നിറവേറ്റി. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ സാറ ആണെങ്കിൽ അതിനു മുൻപാണെങ്കിൽ തന്റെ സ്വന്തം രീതിയിൽ താൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ താൻ വളരെ കഷ്ടം അനുഭവിച്ചു, അല്ലെങ്കിൽ തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ വളരെയധികം കഷ്ടം അനുഭവിച്ച് മറ്റുള്ളവരുടെ കൺമുൻപിൽ ഒരു എന്താ പറയുന്നത് ഒരു അത്ര ഇതില്ലാത്ത ഒരു രീതിയിൽ താൻ ജീവിച്ച സമയത്താണ് ഇസ്ഹാക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, ജെനസിസ് 21:6. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. And Sarah said, God has made laughter for me. Everyone who hears will laugh for me. നമുക്കറിയാം ഈ ഒരു കാര്യം ഇസ്ഹാക്ക് ഉണ്ടാകുന്ന ഏകദേശം, അല്ലെങ്കിൽ താനാണെങ്കിൽ ഇത്രയും ദൈവമാണെങ്കിൽ സാറായെ സന്ദർശിച്ചു, ഇസ്ഹാക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇസ്ഹാക്ക് ഉണ്ടായി എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലാണ് താൻ ഈ പറയുന്നത്, സാറ പറയുന്നത് ദൈവം എനിക്കൊരു ചിരി ഉണ്ടാക്കി, അല്ലെങ്കിൽ God has made laughter for me. Everyone who hears will laugh over me എന്ന് പറയുന്ന കാര്യം. നമ്മളിങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഇസ്ഹാക്കിന്റെ ജനനം എന്ന് പറയുന്നത് തന്റെ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷത്തിന്റെ ഒരു സമയമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നേരത്തെ പറഞ്ഞ പോലെ സാറ കുഞ്ഞുങ്ങളില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഹാഗാർ തന്റെ ഒരു വേലക്കാരി എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം, ഒരു മെയ്ഡ് എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാം. അവരുടെ എല്ലാം കൺമുൻപിൽ ഒരു വളരെ ഒരു താഴ്ന്ന ഒരു നിലവാരം എന്ന് താൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ എല്ലാവരുടെ മുമ്പിൽ, അല്ലെ അവരുടെ എല്ലാവരും കൺമുൻപിൽ ഒരു താഴ്ന്ന ഒരു നിലയിൽ സാറ ആയിരിക്കുന്ന സമയത്താണ് ദൈവം ഈ പ്രോമിസ് നിറവേറ്റുന്നത്. അങ്ങനെ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ ഇസ്ഹാക്ക് ഉണ്ടാകുന്നത് അവരുടെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ഒരു ചിരിയുടെ കാരണം, അല്ലെങ്കിൽ ഒരു ലാഫ്റ്റർ, ഒരു സന്തോഷത്തിന്റെ കാരണമായി എന്ന് നമുക്കവിടെ കാണുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇസ്ഹാക്ക് he was a channel of encouragement, അല്ലെങ്കിൽ channel of laughter, channel of happiness എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. താൻ ഉണ്ടായത്, തന്റെ ജനനം തന്നെ ഇവർക്കാണെങ്കിൽ ഒരു സന്തോഷത്തിന്റെ കാരണമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണമെങ്കിൽ ചില കാര്യം നമ്മളുടെ ജീവിതത്തിൽ അതിനോട് ചേർന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതവും മറ്റുള്ളവർക്ക് ഒരു സന്തോഷത്തിന് കാരണമാകുന്നുണ്ടോ എന്നൊരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. പല സമയത്തും ഞാൻ ഇന്നലെ ഈ ഭാഗം ഞാൻ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, പല സമയത്തും അത് ഉണ്ടാകാതെ പോകുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കും പല സമയത്തും അത് നടക്കുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാകത്തില്ല. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രസൻസ് ഒരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് കാരണമാകുന്നുണ്ടോ? അതോ ഞാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഞാൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊരു ദുഃഖപൂർണമായിട്ട് ഒരു അവസ്ഥയാണോ ഉണ്ടാകുന്നത് എന്നൊരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ മക്കളാണെങ്കിൽ അവിടെ കനാൻ ദേശത്തേക്ക് കടക്കുന്നതിന് മുൻപ് അവരാണെങ്കിൽ കനാൻ ദേശം ഇപ്പുറം നിൽക്കുമ്പോൾ മോശയാണെങ്കിൽ 12 സ്പൈസിനെ അയക്കുന്നവരാണ്, 12 പേരെ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി അയക്കുന്നവരാണ്. അതിനകത്ത് 10 പേരും കടന്നു എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ 10 പേര് കാരണം ഇത്രയും ജനങ്ങളുടെ മുൻപിൽ ഒരു ഡിസ്കറേജ്മെന്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്കാണ്. നിങ്ങൾ 2 പേര് കാലേയും യോശുവയും പറഞ്ഞത് നമുക്കിത് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയും, മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇത്രയും ജനത്തെ എൻകറേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്ഹാക്കിനോടുള്ള ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്റെ ജനനം ഒരു സന്തോഷത്തിന് കാരണമായ, അല്ലെങ്കിൽ അബ്രഹാമിനും സാറയ്ക്കും ഒരു സന്തോഷത്തിന് കാരണം, അല്ലെങ്കിൽ ലാഫ്റ്റർ, ഒരു ചിരിയുടെ കാരണമായി നമുക്ക് കാണാൻ. ഇത്രയും കാലം തന്നെ മാറ്റി നിർത്തി ഇത്രയും കാലം വിഷമം അനുഭവിച്ച സാറയ്ക്ക് ഒരു ചിരിയുടെ കാരണമായി മാറുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മൾ സഭയിലേക്ക് കടന്നു, അല്ലെങ്കിൽ സഭാ ജീവിതത്തിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കണം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്റെ പ്രസൻസ്, അല്ലെങ്കിൽ എന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു സന്തോഷത്തിന്, അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റിന് കാരണമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ല ഞാൻ കടന്നു വരുന്ന മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ അറിയാതെ ആയിക്കട്ടെ, ഞാൻ ചിന്തിക്കണം, അറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ അറിയാതെ ആയിക്കോട്ടെ,
അത് മറ്റുള്ളവർക്ക് ഒരു ദുഃഖത്തിന് കാരണമാവുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആത്മീയമായിട്ട് പുറകോട്ട് കൊണ്ടുപോകാൻ അത് 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 സംഭവിക്കുന്നുണ്ടോ, എന്റെ പ്രസൻസ് സംഭവിക്കുന്നുണ്ടോ, എന്റെ ആക്ഷൻസ് സംഭവിക്കുന്നുണ്ടോ, ഞാൻ സഭയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. നമുക്കറിയാം ഒരു വാക്യം ഞാൻ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. 1 Thessalonians 5:11. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോലും. ഇംഗ്ലീഷ് പറയും therefore encourage one another and build one another just as you are doing. ഈ കാര്യം ശൗലും യോനാഥാനും ദാവീദും തമ്മിലുള്ള കാര്യത്തിൽ വെച്ചിട്ട് യോനാഥാൻ ദാവീദിനെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്തെന്ന് നമ്മളവിടെ നമുക്കവിടെ വായിക്കുന്നു. ഒരു സഹോദരനെ പോലെ കൂടെ തന്റെ പിതാവ് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ താൻ ദാവീദിന്റെ അരികിൽ വന്ന് തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറയാൻ അങ്ങോട്ട് അല്ലെങ്കിൽ തമ്മിൽ പ്രബോധിപ്പിച്ച് തമ്മിൽ ബിൽഡപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തമ്മിൽ പണിയുക അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക എന്നൊരു കാര്യമാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നാം വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇസ്ഹാക്കിന്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്റെ ജനനം തന്നെ തന്റെ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷ കാരണമാണ്. നമ്മളുടെ ജീവിതവും മറ്റുള്ളവർക്ക് ഒരു സന്തോഷ കാരണമാണ്, ഒരു സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ആണോ, അല്ലെങ്കിൽ മൈ പ്രസൻസ് എ സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ടു അതർ പീപ്പിൾ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ. അതോ എന്റെ ജീവിതത്തിൽ ഒരു ഡിസ്കറേജ്മെന്റ് കാര്യം, മറ്റുള്ളവരെ ആത്മീയമായിട്ട് പുറകോട്ട് നയിക്കുന്നത് എന്റെ ആക്ഷൻസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിനൊത്തവണമാണോ ആകുന്നതെന്ന് ചിന്തിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം, അല്ലെങ്കിൽ നമ്മളെ കഴിയണം. നമുക്ക് രണ്ടാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇംഗ്ലീഷ് വായിക്കുന്നത്. Isaac said to his father, my father, and he said, here I am, my son. He said, behold the fire and the wood, but where is the lamb for a burnt offering? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനെ അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. നീയും വിറവുകൊണ്ട് എന്നാൽ ഗോമയാവതിനെ ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. പറയാം ഇസ്ഹാക്ക് ഒരു ടീനേജർ അല്ലെങ്കിൽ ഒരു കൗമാരൻ, നമുക്കറിയാം ജനനത്തിൽ താൻ സന്തോഷം കൊണ്ടുവന്നു തന്റെ മാതാപിതാക്കൾക്ക്. ഒരു ടീനേജർ ആയിരിക്കുമ്പോൾ തന്റെ വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഈ കഥകൾ നമുക്കറിയാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് കൊണ്ടുവന്ന അല്ലെങ്കിൽ മോറിയ മലയിലേക്ക് കൊണ്ടുവന്ന ഒരു യാത്രയാണ് അവിടെ കാണുന്നത്. അവിടെ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, വുഡുണ്ട് അല്ലെങ്കിൽ യാഗം കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ യാഗം കഴിക്കാനുള്ള മൃഗം എവിടെ എന്ന് ഇസ്ഹാക്ക് അവിടെ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്, ഇസ്ഹാക്കിന് എങ്ങനെ അറിയാമായിരുന്നു ഈ യാഗം കഴിക്കണമെങ്കിൽ ഈ യാഗമൃഗം വേണമെന്ന്? ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ താൻ തന്റെ ചെറുപ്പം മുതലേ ഒരുപക്ഷെ തന്റെ പിതാവ് യാഗം കഴിക്കുന്ന ഒരുപക്ഷെ കണ്ടു കാണും. അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ മുൻപോട്ട് പോയി ചിന്തിക്കുന്നു. ഒരുപക്ഷെ ഇസ്ഹാക്കിന് മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് താൻ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ തന്റെ യൗവന പ്രായം മുതൽ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളോട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് ദൈവത്തോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു നമുക്ക് കാണാം. ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഏർജ് അല്ലെങ്കിൽ അതിലേക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഏർജ് തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടായിരുന്നു, ഇൻക്ലിനേഷൻ ഒരു ചായ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. താൻ അവിടെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് തനിക്ക് ഈ യൗവനം അല്ലെങ്കിൽ കൗമാര പ്രായത്തിൽ തന്നെ ഈ യാഗമൃഗം വേണമെന്ന് തനിക്കറിയാമോ? പക്ഷെ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തന്റെ പിതാവ് ദൈവത്തോട് കൂടി നടക്കുന്നത് താൻ കണ്ടിട്ടുണ്ടാവും, ദൈവം തന്റെ പിതാവിനോട് സംസാരിക്കാൻ താൻ കണ്ടിട്ടുണ്ടാവും, തന്റെ പിതാവിനെ താൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ഈ കാര്യങ്ങൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ യഹോവയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്കൊരു ഇൻക്ലിനേഷൻ ഉള്ള ഒരു ചായ്വ് ഉണ്ടായിരുന്നു എന്ന് നമുക്കങ്ങനെ അനുമാനിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കും, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എങ്ങനെയാണ് വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആ ചായ്വ് എങ്ങോട്ടാണ് എന്ന് നമുക്ക് ഈ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമുക്കറിയാം ലൂക്കോസിന് ചെയ്ത ഒരു വാക്യം, ലൂക്കോസിന് ചെയ്ത 10-ാം അധ്യായം 42-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ലൂക്കോസ് 10:42, ലൂക്ക് 10:42. അല്പമേ വേണ്ടു, അല്ല ഒന്നുമതി. അറിയാൻ നല്ല അംശം തിരഞ്ഞെടുത്ത്
അവിടെ യേശുക്കർത്താവ് പറയുന്ന കാര്യം മേരി ഹാസ് ചൂസൺ ദ ഗുഡ് പോർഷൻ വിച്ച് വിൽ നോട്ട് ബി ടേക്കൺ അവേ ഫ്രം ഹർ. നമുക്കറിയാം മാർത്തയും മറിയയുടെ ഒരു കഥയാണ് നമ്മളവിടെ വായിക്കുന്നത്. മാർത്ത താൻ സെർവ് ചെയ്തു, അത് തന്നെ തെറ്റില്ല, സെർവ് ചെയ്യുന്ന കർത്താവിനെ സെർവ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ മറിയ വളരെ അധികമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പോർഷൻ തിരഞ്ഞെടുത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ വളരെ നല്ല തന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ആ സെർവിങ് ആണ്. സെർവിങ് ആ കർത്താവിനെ സേവിക്കുന്നത് തന്നെ തെറ്റില്ല, പക്ഷെ ആ സെർവിങ്ങിനേക്കാൾ കൂടുതൽ ആ മറിയയുടെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആ ഏർജ് അല്ലെങ്കിൽ ആ ചായ്വ് കർത്താവിന്റെ ആ പാദത്തിലിരുന്ന് ആ വചനം കേൾക്കുന്നതായിരുന്നു നമുക്ക് അവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ കർത്താവിനെ സഞ്ചരിക്കുമ്പോൾ, കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ വിശ്വാസികൾ തന്നെ നമ്മളുടെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചായ്വ് എങ്ങോട്ടാണ്? ഇസ്ഹാക്ക് തന്റെ ജീവിതത്തിൽ തന്റെ യൗവനമാണ്, തന്റെ ജനനത്തിൽ താൻ തന്റെ പേരൻസിന് അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ട്. തന്റെ കൗമാര പ്രായത്തിൽ അല്ലെങ്കിൽ തന്റെ യൗവന കാലത്ത് അല്ലെങ്കിൽ തന്റെ ഒരു ടീനേജ് പ്രായത്തിൽ തന്റെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ തന്റെ ആ ഏർജ് നമുക്ക് കാണാൻ കഴിയും. യഹോവയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം, ആത്മീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ ഏർജ്. കാരണം അവിടെ ആ വാക്യം എംഫസൈസ് ചെയ്ത് പറയണമെങ്കിൽ, ഇസ്ഹാക്ക് ചോദിച്ചു എന്ന് എംഫസൈസ് ചെയ്ത് പറയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. താൻ അത് വളരെ സൂക്ഷ്മമായിട്ട് കണ്ടു, താൻ അത് സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തു, താൻ അതിന് വേണ്ട വാല്യൂ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ വാക്കുകാരൻ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ താനെ ആരാധിച്ചു കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഇൻക്ലിനേഷൻ എങ്ങോട്ടാണ് എന്ന് പറയുന്ന കാര്യം, ലോകത്തോട് അനുബന്ധിച്ചാണോ, ലോകപ്രകാരമാണോ, ലോകത്തിനോട് ചേർന്നുള്ള ഒരു ഇൻക്ലിനേഷൻ ആണോ, അതോ ദൈവത്തോട് ചേർന്ന് യഹോവയുടെ കാര്യം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ചേർന്ന ഒരു ഇൻക്ലിനേഷൻ ആണോ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. നമ്മളോട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ ഇതിനനുസരിച്ചാണോ പോകുന്നത്? അല്ല ഞാൻ കർത്താവിനോട് കൂടിയാണ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആക്ഷൻസ് അതിന് നേരെ വിപരീതമായിട്ടാണോ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നാം അവിടെ കാണുന്നത് ഹി വാസ് ഇൻക്ലൈൻ അല്ലെങ്കിൽ തന്റെ ഏർജ് എന്ന് പറയുന്നത് ഹി വാസ് ഇൻക്ലൈൻ ഫോർ ടു ദ തിങ്സ് ഓഫ് ഗോഡ്. ദൈവകാര്യം, യഹോവയുടെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ തന്റെ താനാണെങ്കിൽ ചായവും തനിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ് തന്റെ സ്നേഹം, എവിടെയായിരുന്നു തന്റെ സ്നേഹം? ആ കർത്താവിനോടുള്ള കാര്യം, ആത്മീയ കാര്യം, യഹോവയോട് ബന്ധപ്പെട്ട, യഹോവയുടെ യാഗങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, തന്റെ ആ സ്നേഹത്തെ നാം കാണുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എവിടാണ് നമ്മുടെ ഇൻക്ലിനേഷൻ എന്ന് നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കണം. എവിടാണ് ഞാൻ മാറിപ്പോയത്, എവിടാണ് ഞാൻ ഇൻക്ലൈൻഡ് ആകാതെ പോയത്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ജീവിക്കുന്നത് ആത്മീയ വിശ്വാസികൾ എന്ന നിലയിൽ, കർത്താവിനോട് ചായനാണ് നാം ജീവിക്കുന്നത്. പക്ഷെ എവിടാണ് ഞാൻ ചായാതെ പോയത്, എവിടാണ് ഞാൻ ഇൻക്ലൈൻഡ് ആകാതെ പോയത് എന്ന് പറയുന്ന ഒരു അവസ്ഥ, എവിടാണ് ആ സന്ദർഭം ഉണ്ടായത് നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കേണ്ട ആവശ്യം. നമുക്ക് മൂന്നാമതായിട്ട് ഉൽപ്പത്തി ദിവസം 24-ാം അധ്യായം 63-ാമത്തെ വാക്യം ഞാൻ 24 അതിന്റെ 63-ാമത്തെ വാക്യം. വൈകുന്നേരത്തിൽ ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വിളിപ്രദേശത്തെ പോയിരുന്നു. തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നതേ കണ്ടു. ഈ ഭാഗം താൻ റബേക്കയെ കാണുന്നതിന് തൊട്ട് മുൻപ് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം ഈ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം ഈ 24-ാം അധ്യായം ഇസ്ഹാക്കും റബേക്കയും തമ്മിലുള്ള വിവാഹത്തെ പറ്റി പറയുന്ന ഈ ഭാഗത്ത് 67 വാക്യങ്ങളാണ് നമുക്ക് കാണുന്നത്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിൽ വെറും 31-33 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കമന്റ് എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ 31 വാക്യങ്ങൾ മാത്രമേ. എന്നാൽ ഇസ്ഹാക്കും റബേക്കയും തമ്മിലുള്ള ഈ വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ 67 വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മള് തിയോളജിക്കലായിട്ട് നമ്മള് ഇപ്പം സൃഷ്ടിയെ പറ്റി എല്ലാം പഠിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫില് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, നമ്മുടെ ചോയ്സസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ മാറിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ കോൺസിക്വൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവാത്മാവ് എംഫസൈസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഈ പേഴ്സണൽ ചോയ്സസ് ആണ്. ശരിയാണ്, സൃഷ്ടിയുള്ള ബന്ധത്തിൽ നാം പഠിക്കണം, സൃഷ്ടിയുള്ള ബന്ധത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പല സത്യങ്ങളുണ്ട്. എന്നാൽ 33 വാക്യങ്ങളാണ്, 31 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 1-ാം. എന്നാൽ ഇസ്ഹാക്കിനോട് ഈ വിവാഹത്തെ പറ്റിയുള്ള വാക്യങ്ങൾ 67 വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയത്. അതിനർത്ഥം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. നമ്മളവിടെ വായിച്ച ഒരു കാര്യം, ഇസ്ഹാക്ക് താൻ ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹി വാസ് മെഡിറ്റേറ്റിംഗ്, ഹി വാസ് എ മാൻ ഹു വാസ് മെഡിറ്റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. താൻ എന്താണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്? ഒരു പക്ഷേ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം, കാരണം റബേക്കയെ കാണുന്ന അവസരമാണ് ഈ വാക്യം. നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം, താൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ റബേക്ക എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു,
തനിക്ക് അതിനേക്കാൾ കൂടുതൽ ധ്യാനിക്കാൻ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ വായിച്ച മോറിയമലയുടെ മണ്ടയ്ക്ക് മുകളിൽ താൻ യാഗം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അബ്രഹാം തന്റെ സ്വന്തം പിതാവ് കത്തി ഓങ്ങി, അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ തന്നെ കൊല്ലുവാൻ വേണ്ടി താൻ കത്തി പൊക്കിയപ്പോൾ അതിനെ വേണ്ട എന്ന് പറഞ്ഞ മാറ്റി നിർത്തി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു യാഗമൃഗത്തെ അവിടെ അർപ്പിക്കുവാൻ ദൈവം കാണിച്ച സ്നേഹമായിരിക്കണം ഒരു പക്ഷേ ഇസ്ഹാക്ക് ഇവിടെ ധ്യാനിച്ചുകൊണ്ടത്. നമുക്ക് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ റബേക്കയെ പറ്റി ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി തന്റെ ജീവിതത്തിൽ ധ്യാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, താൻ മരിക്കേണ്ട സ്ഥാനത്ത്, താൻ നിൽക്കേണ്ട സ്ഥാനത്ത്, താൻ യാഗമായി മാറേണ്ട സ്ഥാനത്ത് ഒരു യാഗമൃഗം അവിടെ യാഗമായി മാറിയത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായമായിട്ട് അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ 63ാമത്തെ വാക്യം നാം വായിച്ച 62ാമത്തെ വാക്യത്തില് ഐസക് had returned from Beer-lahai and was dwelling in Negev എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ താനാണെങ്കിൽ ഈ താമസിച്ചിരുന്ന ഈ സ്ഥലത്ത് ബേർ-ലഹറോയ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ബേർ-ലഹറോയ് നമ്മൾ ആദ്യം കാണുന്നത് ഹാഗാർ ആണെങ്കിൽ സാറായിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഹാഗാർ ഓടിപ്പോയി ബേർ-ലഹറോയിൽ താമസിച്ചു. അവിടെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി എന്നുള്ള വാക്യം. അവിടെ താൻ ഹാഗാർ ആണെങ്കിൽ അവിടെ പറയുന്നൊരു വാക്കാണ്, എന്നെ കണ്ടവനെ ഞാൻ കണ്ടു എന്ന് താൻ അവിടെ പറയുന്നു. കാരണം ഈ ബേർ-ലഹറോയ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ദൈവം കാണുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകൾ സൂക്ഷിച്ചു നോക്കുന്നു, ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇസ്ഹാക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ വലിയ സത്യം എന്ന് പറയുന്നത് ഒരു റബേക്കയെ പറ്റി ആയിരിക്കത്തില്ല. താൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത് തനിക്ക് വേണ്ടി മരിച്ച യാഗം, ഈ മോറിയ മലയിൽ താൻ യാഗമായിരിക്കുന്ന സ്ഥാനത്ത് തനിക്ക് വേണ്ടി മരിച്ച ആ യാഗം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് നമ്മൾ വചനം നമ്മൾ ധ്യാനിക്കുന്നു. പക്ഷെ ധ്യാനിക്കാൻ ആ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഫോക്കസ്, അല്ലെങ്കിൽ ഓരോ ദിവസവും എന്റെ ഫോക്കസ് എന്ന്, ധ്യാനത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ യേശു കർത്താവ് മാത്രമാണ്. ആ യേശു കർത്താവിൽ നിന്ന് മാറി യാതൊരു ഫോക്കസും ഇല്ല. ധ്യാനത്തിന് യാതൊരു കാര്യമില്ല, ആരാധനയ്ക്ക് യാതൊരു കാര്യമില്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യാതൊരു കാര്യം. യേശു കർത്താവാണ് ഏറ്റവും വലിയ ഫോക്കസ്. ഇസ്ഹാക്ക് അതിനൊരു എക്സാമ്പിളാണ്. താൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു, താൻ മരിക്കേണ്ട സ്ഥാനത്ത്, താൻ യാഗമായി തീരേണ്ട സ്ഥാനത്ത് മരിച്ച ഒരു യാഗമാണ്. ആണെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ധ്യാനിക്കേണ്ട ഏക കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു കർത്താവ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി യാഗമായി തീരുന്ന ആ പെസഹ കുഞ്ഞാട് എന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ മാറി നിൽക്കേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ ഞാൻ ദിവസങ്ങളിൽ എനിക്ക് വരുവാൻ യാതൊരു അവകാശമില്ലാത്ത സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ച ആ യാഗം, അല്ലെങ്കിൽ ആ പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഇസ്ഹാക്ക് ഒരു ധ്യാനിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അല്ലാതെ 25-ാം അധ്യായം അതിന്റെ 21ാമത്തെ വാക്യം വായിക്കാനാണ്. 25-ാം അധ്യായം 21ാമത്തെ വാക്യം. മാൻ ഓഫ് പ്രയർ, അല്ലെങ്കിൽ താൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മൾ അബ്രഹാമിനെ പറ്റി അബ്രഹാം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് ഒരുപക്ഷെ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റും. പക്ഷെ അബ്രഹാം പ്രാർത്ഥിച്ചു എന്ന് എടുത്തു പറയുന്ന ഒരു വാക്യം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഞാൻ സെർച്ച് ചെയ്തൊന്നും കാണാൻ പറ്റില്ല. അബ്രഹാം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ യാക്കോബ് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇസ്ഹാക്കിനെ പറ്റി എടുത്തു പറയുന്ന കാര്യം താൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ പ്രാർത്ഥിച്ചത് റബേക്ക, അല്ലെങ്കിൽ റബേക്കയൊക്കെ കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ തന്റെ ഭാര്യയായിരുന്ന റബേക്ക തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാതിരുന്നപ്പോൾ ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു. താനാണെങ്കിൽ തനിക്ക് കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ തനിക്ക് മക്കളുണ്ടായി എന്ന് നമുക്ക് കാണാം. താനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചലഞ്ചായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് എല്ലാ ആഴ്ചയിലും പല സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പ്രാർത്ഥനാ ജീവിതം മുൻപുള്ളതിനേക്കാളും മെച്ചപ്പെട്ടോ എന്ന് മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആ ഗ്രാഫ് മുൻപുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടോ, അല്ലെങ്കിൽ എത്രമാത്രം പ്രോഗ്രസ് ആ പ്രാർത്ഥനയിൽ ഉണ്ടാക്കി എന്ന്, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാക്കി എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ഞാനും പല സമയത്ത് ഫെയിൽ ആയ ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇസ്ഹാക്കിനെ പറ്റി പറയുന്നത് ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. താൻ പ്രാർത്ഥിച്ചു, തന്റെ റബേക്ക ഗർഭിണിയായി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഭൗമിക കാര്യത്തിന് വേണ്ടിയല്ല, എന്റെ ഭൗമിക അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷെ എന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ സഭയിലെ ആത്മീയ നിലവാരത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്,
എനിക്കറിയാം അനേകം എല്ലാ ദിവസവും ഫെയ്ത്ത്ഫുള്ളായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരെ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതൊക്കെ കാണാറുണ്ട്. ഞാൻ എന്നെ തന്നെ ചേർത്ത് ഞാൻ പറയണം, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ എൻ്റെ ആ പ്രാർത്ഥനാ ജീവിതത്തിന് എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കേണ്ട, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ആവശ്യം. ഇസഹാക്ക് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതം, നമ്മുടെ സഭയിലെ വിശ്വാസികൾ പിന്മാറി പോകുമ്പോൾ നമ്മൾ ആദ്യം പല സമയത്തും നമ്മൾ ചൂണ്ടിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവർ ചെയ്ത തെറ്റിനെയാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. പക്ഷെ നമ്മളുടെ സഭയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർ പിന്മാറിപ്പോകുമ്പോൾ, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ എത്രമാത്രം എൻ്റെ പ്രാർത്ഥന കുറവ് മൂലമാണ് അത് സംഭവിച്ചതെന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ പ്രാർത്ഥന ആ പ്രോഗ്രസ് ഇല്ലാത്തതുകൊണ്ടാണ് പല സമയത്തും വിശ്വാസികൾ പിന്മാറിപ്പോകുന്നത്. പല സമയത്തും ആൾക്കാർ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരാത്തത്, ഇപ്പോഴും ഒരു ശിശുക്കളെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ. പല സമയത്ത് നമ്മൾ കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ സ്വയമായിട്ട് ചിന്തിച്ചാൽ എൻ്റെ പ്രാർത്ഥന എത്രമാത്രം ഉണ്ടായിരുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത്? അങ്ങനെ വീഴ്ച വന്നിട്ടാണോ സഭയിൽ മുൻപോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ സഭയിൽ ആൾക്കാർ പിന്മാറി പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട്. ഇസഹാക്ക് പ്രാർത്ഥന മനുഷ്യനായിരുന്നു. തന്റെ ജനനം തന്റെ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ട്. തന്റെ കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ തന്റെ ടീനേജിൽ തന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന യഹോവയോടുള്ള കാര്യങ്ങളായിരുന്നു, യഹോവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു, ആത്മീയ കാര്യങ്ങളായിരുന്നു. താനൊരു ധ്യാനിക്കുന്ന മനുഷ്യനാണ്. തന്നെ രക്ഷിച്ച, താൻ മരിക്കുന്ന സ്ഥാനത്ത് മരിച്ച അല്ലെങ്കിൽ ആ നന്ദിയോടെ ഓർത്ത് ധ്യാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല ഇസഹാക്ക് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. 26 ഉൽപ്പത്തി പുസ്തകം 26 6 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26 6. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. ഇവയേക്കാൾ സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിനെ അവൾ എന്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. 26 ആദ്യം ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിക്കും. സോ ഐസക് സെറ്റിൽഡ് ഇൻ ജെറാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ജെറാർ എന്ന് പറയുന്ന സ്ഥലത്ത് താൻ സെറ്റിൽ ചെയ്തു എന്ന് നമ്മളവിടെ 26 ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ വേറെ വാക്ക്. കാരണം ഈ സന്ദർഭം എന്ന് പറയുന്നത് താൻ ജീവിച്ചിരുന്ന ഈ സ്ഥലത്ത് ഒരു ക്ഷാമം ഉണ്ടാവുകയും ദൈവം അവനോട്, താനാണെങ്കിൽ ഫിലിസ്തീയ സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ജെറാർ അഭിമലേക്ക് ഫിലിസ്തീയരുടെ രാജാവായ അവിടെ പോയി താമസിക്കും. അവിടെ വെച്ച് യഹോവ പ്രത്യക്ഷനായി തന്നോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്. കാരണം തന്റെ പിതാവ് ഈജിപ്തിലേക്ക് പോയ ഒരു കഥ നമുക്ക് വായിക്കാൻ കഴിയും. അത് താൻ പോയതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തോടെ തിരിച്ചു വരേണ്ടി വരും. എന്നാൽ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ ഇവിടെ തന്നെ നിൽക്കണം. അങ്ങനെ നമ്മളോട് വായിക്കുന്നത് ഇസഹാക്ക് ജെറാർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ താൻ സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ താൻ ഈജിപ്തിലേക്ക് പോയില്ല എന്ന് നമ്മളോട് വായിക്കും. അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കവിടെ കാണുന്നത്. ഈ ദൈവത്തെ അനുസരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുമ്പോൾ താൻ അനുസരിച്ചത് തന്റെ എല്ലാ സർക്കംസ്റ്റാൻസസും അല്ലെങ്കിൽ തന്റെ എല്ലാ സന്ദർഭങ്ങളും തനിക്ക് അനുകൂലമായിരിക്കുമ്പോൾ അല്ല താൻ അനുസരിച്ചത്. താൻ അനുസരിച്ചത് തന്റെ സന്ദർഭങ്ങളെല്ലാം പ്രതികൂലമായിരുന്നപ്പോൾ താൻ ദൈവത്തെ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ക്ഷാമമാണ്, ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് കോമൺ സെൻസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാൻ പറ്റും. ക്ഷാമമാണ്, ജീവിച്ചിരിക്കണമെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും പോകണം. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഈജിപ്റ്റ്, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്നാൽ താൻ അവിടെ പോകാതെ ദൈവം അവനോട് പറഞ്ഞ ഒരു കാര്യം, നീ അങ്ങോട്ട് പോകാതെ ജെറാറിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ താനാണെങ്കിൽ ദൈവത്തെ അതുപോലെ തന്നെ വിശ്വസിക്കുന്ന ഒരവസ്ഥ കാണും. അതോടുകൂടി തനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ നമുക്ക് 26-12 വാക്യത്തിൽ നാം വായിക്കുന്നു. 26-12. നാം വായിക്കുന്നത് ഈ ദേശത്ത്, ക്ഷാമമായിരിക്കുന്ന ദേശത്ത് തന്നോട് പോകരുതെന്ന് പറഞ്ഞ് താൻ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. മൾട്ടിപ്പിൾ ഫോൾഡ് അല്ലെങ്കിൽ 100 ഫോൾഡ് ആയിട്ട് താൻ വിതച്ചത് കൊയ്തു. താൻ അവിടെ ഏറ്റവും വലിയ ധനവാനായി മാറിയ നമുക്ക് കാണാൻ കഴിയും. ഇനി 26-8 വാക്യത്തിൽ നാം വായിക്കുന്നു. നമ്മളോട് വായിക്കുന്നതല്ല, സോ ഐസക് ലാഫിംഗ് വിത്ത് റിവർ. താൻ ഒരു ജോയ്ഫുൾ
അല്ലെങ്കിൽ താൻ ദൈവത്തെ അനുസരിച്ചു, ദൈവഹിതത്തിലാണ് താൻ അവിടെ നിൽക്കുന്നത്. ക്ഷാമമാണ്, സന്ദർഭങ്ങൾ തനിക്കെതിരാണ്, സാഹചര്യങ്ങൾ തനിക്കെതിരാണ്. പക്ഷെ ദൈവം പറഞ്ഞു തന്നോട് പോകരുത്. താൻ അവിടെ തന്നെ നിന്നു. താൻ ആ ക്ഷാമത്തിൽ, അല്ലെങ്കിൽ ഇത്ര പ്രയാസമുള്ള സന്ദർഭത്തിലും താൻ സന്തോഷിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. താൻ ധനവാനായി തീർന്നു. അവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ ധനമുണ്ടായി. താൻ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇനി അതിന് 26, 15, 16 വാക്യങ്ങൾ, അല്ലെ 16-ാം വാക്യത്തിൽ ഇസഹാക്കിനോട്, ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്നേ പറയും. താൻ അവിടെ ഏറ്റവും വലിയ ബലവാനായി തീർന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അതിന്റെ 22-ാമത്തെ വാക്യം, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണറെ കുഴിച്ചു. ഇതിനെക്കുറിച്ച് അവൻ കണ്ടിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി ദേശത്തെ വധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹബോത്ത് എന്ന് പേരിട്ടു. 32-ാമത്തെ വാക്യം, ആ ദിവസം തന്നെ ഇസഹാക്കിന്റെ ദാസന്മാർ വന്ന് ഞങ്ങൾ കുഴിച്ച കിണറിന്റെ വസ്തുത അവരെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ താൻ ചെയ്തതെല്ലാം പ്രോസ്പേർഡ് ആയിരുന്നു അവിടെ കാണുന്നത്. താൻ ഓരോ കിണർ കുഴിച്ചു, അവിടെ എല്ലാം പ്രോസ്പേർഡ്, അല്ലെങ്കിൽ വെള്ളം വന്നു, താൻ പ്രോസ്പേർഡ് ആയിരുന്നു അവിടെ കാണുന്നത്. ഇസഹാക്ക് ക്ഷാമമായിരുന്നു, അതായത് സന്ദർഭങ്ങൾ തനിക്കെതിരായിരുന്നു, സാഹചര്യങ്ങൾ തനിക്കെതിരായിരുന്നു. എങ്കിൽ പോലും ദൈവം പറയുന്ന കാര്യം താൻ ചെയ്തപ്പോൾ താൻ അവിടെ ദൈവം അവനെ അനുഗ്രഹിച്ചു, ദൈവം അവനെ മാനിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് മുറുകെ പിടിച്ചപ്പോൾ ദൈവം അവനെ മാനിച്ചു. അവൻ ഏറ്റവും പ്രോസ്പേർഡായി, താൻ ഏറ്റവും വലിയ ധനവാനായി മാറി, അവരെക്കാൾ കൂടുതൽ മൈറ്റി, അല്ലെങ്കിൽ ശക്തിയുള്ളവനായി മാറി. ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം തനിക്ക് അവിടെ നയിക്കാൻ പറ്റി. അത് മാത്രമല്ല, താൻ ചെയ്തതെല്ലാം പ്രോസ്പേർഡ്, അല്ലെങ്കിൽ താൻ ചെയ്തതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതിനാണെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യം നാം അനുസരിച്ചാൽ ദൈവം നമ്മളെ മാനിക്കത്തില്ലേ, മാനിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നമ്മളോട് ചോദിക്കാം. ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഓബിയസ്ലി ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തായാലും വരും. അത് മാത്രമല്ല, ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തോടുള്ള അനുസരണ എത്രമാത്രം, അല്ലെങ്കിൽ ഒബീഡിയൻസ് ടു ഗോഡ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് നമ്മളോട് ചിന്തിക്കാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അതിന്റെ 30 ദിവസം 35-ന്റെ 29-ാമത്തെ ഇസ്ഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോവും കൂടി അവനെ അടക്കം ചെയ്തു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് he was gathered to his people. അത് കഴിഞ്ഞ് വായിക്കുന്നത് old and full of days എന്നാണ് വായിക്കുന്നത്. തന്റെ കാലഘട്ടം, അല്ലെങ്കിൽ താൻ ജീവിച്ചത് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ് കണ്ട ഒരു ലൈഫാണ് താൻ അവിടെ ജീവിച്ചത്. ഓൾഡ് ആൻഡ് ഫുൾ ഓഫ് ഡേയ്സ് എന്നാണ് വായിക്കുന്നത്. കാരണം ഇസഹാക്ക് താൻ വെച്ചിട്ട് പോയ ഈ ലെഗസി, താൻ വെച്ചിട്ട് പോയ, താൻ ഇവിടെ ജീവിച്ചു, തന്നെ ഓർക്കുന്നവർക്ക് താൻ വെച്ചിട്ട് പോയ ഈ ലെഗസി എന്ന് പറയുന്നത്, താൻ ജീവിച്ചു, ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ചു. ഏറ്റവും അവസാനം താൻ മരിച്ചത് ഓൾഡ് ആൻഡ് ഫുൾ ഓഫ് ഡേയ്സ് ആണോ ദൈവം അനുഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ എന്ത് ലെഗസിയാണ്, എന്താണ് ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്നത്? മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ഞാൻ എന്താണ് വിട്ടേക്കുന്നത്? എന്ത് ലെഗസിയാണ് എനിക്ക് പറയാനുള്ളത്? അവിടെ ഇസാഖിന്റെ ജീവിതം, താൻ ജനിച്ചപ്പോൾ തന്റെ മാതാപിതാക്കൾക്ക് സന്തോഷം വന്നു. തന്റെ കൗമാര പ്രായത്തിൽ താൻ ദൈവത്തോട് കൂടെ നടന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യം ഇൻക്ലൈൻഡ് ആയിട്ട് ജീവിച്ചു, യഹോവയുടെ കാര്യങ്ങൾ ഇൻക്ലൈൻഡ് ആയിട്ട് ജീവിച്ചു. താനാണെങ്കിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിനെ ധ്യാനിച്ചു, അങ്ങനെ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനെ ധ്യാനിച്ച് കാണുന്ന വ്യക്തി, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, ദൈവത്തെ അനുസരിച്ച് ആ ക്ഷാമകാലത്ത് ഏറ്റവും സമൃദ്ധിയുടെ ജീവിതം ജീവിച്ച ഒരു വ്യക്തി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറയാം, ഒരുപക്ഷെ മോശമായിരുന്നു, ഗ്രന്ഥകർത്താവ് എഴുതി വെച്ചിരിക്കുന്നു, he died gathered to his people, old and full of days. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. അബ്രഹാമിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ള, യാക്കോബിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ള ജീവിതം. പക്ഷെ ഇസഹാക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട്, യാതൊരു സംഭവബഹുലങ്ങളും ഇല്ലാതെ കർത്താവിനെ മാത്രം നോക്കി യഹോവയെ മുറുകെ പിടിച്ച് മാത്രം ജീവിച്ച ഒരു വ്യക്തി. തന്റെ ജീവിതം അങ്ങനെ എക്സാമ്പിൾ. താൻ മുറുകെ പിടിച്ചു, താൻ വിശ്വസിച്ചു, താൻ മുറുകെ പിടിച്ചു, താൻ അനുസരിച്ചു. അത് തന്റെ ഭൗമിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയ അനുഗ്രഹം. അത് മാത്രമല്ല, താൻ മരിക്കുമ്പോൾ തന്റെ ഏറ്റവും അവസാനം തനിക്ക് പറയാൻ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് he died full of old and full of days. അല്ലെങ്കിൽ തന്റെ ലെഗസി എന്ന് പറയുന്നത് താൻ വെച്ചിട്ട് പോയ കാര്യം നമുക്ക് വേണ്ടി മാതൃകയായിട്ട് വെച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ ജീവിതവും ഇസാഖിന്റെ ജീവിതവും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്, എവിടെയാണ് എനിക്ക് ഒരു ചലഞ്ചായിട്ടുള്ളത്, അതെന്റെ ജീവിതത്തിൽ മാറ്റി
അല്ലെങ്കിൽ പ്രാർത്ഥനയിലാണോ എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്, വീഴ്ച പറ്റിയിട്ടുള്ളത്, മെഡിറ്റേഷനായി ധ്യാനിക്കുന്നതിലാണോ തെറ്റുപറ്റുന്നത്, അനുസരണത്തിലാണോ തെറ്റുപറ്റിയിട്ടുള്ളത്, ഇൻക്ലിനേഷൻ ദൈവത്തോടുള്ള കാര്യങ്ങളുടെ ചായ്വിലാണോ എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ അത് മാറ്റി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇസ്ഹാക്കിന്റെ ജീവിതം നമുക്കൊരു ചലഞ്ചായിട്ട് നിൽക്കുന്നു. നമ്മൾ യോശുവയെ പറ്റി വായിക്കും. 110 വയസ്സുള്ളവനായിട്ട് ഫുൾ ഓഫ് ഡേയ്സ് താനും ദൈവത്തിന് വേണ്ടി നിന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാരും അനുഗ്രഹം പ്രാപിക്കുക, അല്ലെങ്കിൽ അനുഗ്രഹം ഈ ലോകത്തിലെ അനുഗ്രഹം മാത്രമല്ല, ആത്മീയമായിട്ട് അനുഗ്രഹം പ്രാപിക്കാതെ പോയിട്ടില്ല, ഒരു ലെഗസി ഇല്ലാതെ പോയിട്ടില്ല. പക്ഷെ ദൈവത്തിൽ മാറി നടക്കുന്നവർ കർത്താവിന് പ്രയോജനമുള്ളവരായിരിക്കും. പക്ഷേ തന്റെ ജീവിതം ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരിക്കലും കഴിയില്ല. കർത്താവാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇസ്ഹാക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ചലഞ്ചാണ്. നമ്മുടെ ജീവിതം എവിടെയൊക്കെ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റം വരുത്തി കർത്താവിനോട് ഹമ്പിളായിട്ട്, കർത്താവിന്റെ സന്നിധിയിൽ ഹമ്പിളായി ജീവിക്കാൻ കർത്താവിന് സാധിക്കും. കർത്താവെ ഞങ്ങൾക്ക് ഇവിടെ കർത്താവിനെ ആരാധിക്കുന്ന അവസരത്തിനാണ് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ രാവിലെ മുതൽ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു. ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുവാനും കർത്തമേശ്വരം പങ്കെടുക്കുവാനും എന്നെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ്, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തൊരു കർത്താവ്, ആ കർത്താവിനാണോ ഞങ്ങൾ ഇന്ന് ആരാധിച്ചത്. ആ ആരാധന ഇന്ന് മാത്രമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കാതെ ഈ ഒരു ആഴ്ചക്കാലം മുഴുവൻ ആ ആരാധനയുടെ അനുഭവത്തിൽ ജീവിക്കാൻ കർത്താവിനെ ഞങ്ങളെ സഹായിക്കുന്നത്. കഴിഞ്ഞ കർത്താവെ വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ സാധിച്ചാൽ നന്ദിയായിരുന്നു. ഇസ്ഹാക്ക് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾക്കായിട്ട് കർത്താവ് നന്ദിയായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രായോഗികമാക്കുവാൻ നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പല സമയത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, പരാജയപ്പെട്ട അവസ്ഥകളുണ്ട്. അവിടെ നിന്ന് മാറി കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഇസ്ഹാക്ക് ഞങ്ങൾക്ക് തരുന്ന ഒരു വലിയൊരു ചലഞ്ചാണ്. അതിനെ മുൻനിർത്തി അല്ലെങ്കിൽ അതിനോട് കൂടെ ചേർന്ന് പോകാൻ കർത്താവിനെ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ഇത് കഴിയില്ല. അങ്ങയുടെ ശക്തി ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക, ഞങ്ങൾ മടങ്ങി പോകുന്നു. വഴിയാത്ര ഞങ്ങൾ കൂടെ ഇരിക്കണമേ. ഇനി കാണും വരെയും ഞങ്ങളുടെ ചെറിയ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമോത്തെ പാത്രത്തിന് ദേശത്താണ്.